അസ്സലാമു എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഫ്രീസറിൽ വെക്കാതെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4-5 ഐസ് ക്യൂബ്സ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എപ്പോഴും ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പാലെടുക്കുമ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓവറായിട്ട് കട്ടയായി പോകാനും പാടില്ല. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഡാർക്ക് കളറായിട്ടുള്ള കൊക്കോ പൗഡറൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു ലൈറ്റ് കളറായിട്ടുള്ള കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പാണ്. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പല്ല യൂസ് ചെയ്തത്, മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ ഇതിലോട്ട് ഐസ്ക്രീംസൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു, അതിലൊക്കെ ഓൾറെഡി മധുരം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പേ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലിട്ട് കുറച്ച് കൊക്കോ പൗഡർ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.